വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ തമിഴ് സിനിമയിൽ തൻ്റേതായൊരു ഇടം കണ്ടെത്തിയ നടനാണ് ശിവകാർത്തികേയൻ. മെറിറ്റിൽ വന്നവരുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യം നിസ്സംശയം പറയാൻ പറ്റുന്ന പേരാണ് ശിവകാർത്തികേയൻ്റേത്. സിനിമ മോഹിച്ച് നടക്കുന്നവർക്ക് ശരിക്കും ഇൻസ്പയറിംഗ് ആണ് ശിവകാർത്തികേയൻ്റെ വളർച്ച. വിജയ് ടിവിയിൽ മത്സരാർത്ഥിയായി എത്തിയ നടൻ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെയാണ് തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങൾക്കിടയിൽ തൻ്റേതായൊരു സിംഹാസനമുണ്ടാക്കിയത്. ക്രിഞ്ച് കാർത്തികേയൻ എന്ന് വിളിച്ചവരെ കൊണ്ട് തന്നെ SK എന്ന് മാറ്റി വിളിപ്പിച്ചു. ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് സിനിമയിൽ ശിവ അഭിനയിച്ചു തുടങ്ങുന്നത്. പിന്നീട് കൊമേഡിയനായും സഹനടനായും നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. പതിയെ നായക വേഷങ്ങൾ ചെയ്ത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഇഷ്ടം നേടി. റൊമാൻറ്റിക് നായകനായതോടെ യൂത്തിനെയും കയ്യിൽ കിട്ടി. അമരൻ്റെ റിലീസിന് ശേഷം പ്രായഭേദമന്യേ ഒട്ടുമിക്ക ആളുകളും ശിവകാർത്തികേയൻ സിനിമകളുടെ ആരാധകരായി മാറുകയാണ്. എന്നാൽ തുടക്കകാലത്ത് സഹപ്രവർത്തകരിൽ നിന്ന് നേരിടേണ്ടി വന്നത് തിരിച്ചടികളാണ്. സിനിമയിലെത്താൻ സഹായിച്ചവരിൽ പലരും തന്നെ ശിവകാർത്തികേയൻ്റെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിച്ച കഥകളും നിരവധിയുണ്ട്. താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് നടൻ ഒരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഞാൻ അവരുടെ കൺട്രോളിൽ ജീവിക്കണം എന്ന ആഗ്രഹമാണ്. ചിലർക്ക് അവർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യാവൂ എന്ന പ്രകൃതമാണ്. ഇത്രയൊക്കെ നീ വളർന്നാൽ മതി, ഈ സമയത്ത് ഇത്രത്തോളം വളർച്ച മതി, ഇതിനു മുകളിൽ പോകേണ്ടതില്ല എന്നൊക്കെയുള്ള ഐഡിയോളജി എൻ്റെ കാര്യത്തിൽ ഒരുപാട് പേർക്കുണ്ട്. ജനറലായാണ് ഞാനിത് പറയുന്നത്. ഞങ്ങൾ പറയുന്നതേ അവൻ കേൾക്കൂ എന്നൊക്കെ പലരും പുറത്ത് പറഞ്ഞ് നടക്കുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അത് പ്രോത്സാഹിപ്പിക്കുന്നത്? ഇക്കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞെങ്കിലും അവരോട് ചോദിക്കാനോ ദേഷ്യപ്പെടാനോ വഴക്കിടാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്തോളാം, എന്നെ വെറുതെ വിടൂ എന്ന രീതിയിൽ ഒതുങ്ങി വന്നു. ഞാൻ ഇങ്ങനെ ഒതുങ്ങിപ്പോകുന്നതുകൊണ്ട് എൻ്റെ മേൽ നിരവധി ആരോപണങ്ങൾ വരുന്നുണ്ട് എന്നാണ് ശിവകാർത്തികേയൻ ഒരിക്കൽ പറഞ്ഞത്. നടൻ്റെ പഴയ അഭിമുഖം വീണ്ടും വൈറലായപ്പോൾ ശിവകാർത്തികേയനെ തുടക്കത്തിൽ ഒതുക്കാൻ ശ്രമിച്ചത് സൂര്യയുടെ കുടുംബമാണെന്നാണ് പഴയ ചില സംഭവങ്ങൾ കൂടി വിവരിച്ച് ആരാധകർ പറയുന്നത്. സ്റ്റുഡിയോ ഗ്രീൻ എന്ന പ്രൊഡക്ഷൻ കമ്പനിയും ഉടമയും നടൻ സൂര്യയുടെ ബന്ധുവുമായ KE ജ്ഞാനവേൽ രാജയുമായി ഒരിടത്ത് ശിവകാർത്തികേയന് ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. അതിനാൽ ശിവയുടെ കരിയർ തകർക്കാൻ സൂര്യയുടെ കുടുംബം ശ്രമിച്ചിരുന്നു അത്രേ. സൂര്യയുടെ കുടുംബം മാത്രമല്ല, ധനുഷും ശിവകാർത്തികേയൻ്റെ വളർച്ച തടയാൻ ശ്രമിച്ചിരുന്നതായും കമൻറ്റുകളുണ്ട്. സിനിമാ മേഖലയിൽ രാഷ്ട്രീയമുണ്ടെന്നത് തനിക്ക് അനുഭവമുള്ള കാര്യമാണെന്ന് മുമ്പൊരിക്കൽ ശിവകാർത്തികേയൻ പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ബൈ.